Hello everyone, welcome to Superstar Junior powered by Nirabara, co-presented by Nandanam Sanitary. Superstar Junior. Superstar Junior. നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വിജയ് ചേട്ടാ, സുജാത ചേച്ചി, സ്റ്റീഫൻ ചേട്ടാ, നമ്മുടെ യൂഷ്വൽ ആയിട്ട് നമ്മുടെ കൂടെയുള്ള ഓർക്കസ്ട്ര പുലികൾ, സ്റ്റാർ ഓർക്കസ്ട്ര. അഞ്ജലി, എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പറയാറുള്ള ഒരു കാര്യമാണ് മാതാപിതാ ഗുരു ദൈവം എന്നുള്ള കാര്യം. തീർച്ചയായും ഗുരുക്കന്മാർ നമ്മുടെ ജീവിതത്തിൽ അത്രയേറെ ഇൻസ്പിറേഷനും ഇൻഫ്ലുവൻസും ഒക്കെ ചെയ്യുന്നവരാണ്. ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഇന്നല്ലെങ്കിലും 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഗുരുപൂർണിമ ദിവസമാണ്. അപ്പോൾ അത് നമ്മൾ ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് ജഡ്ജസിനോട് അവരുടെ ഗുരുക്കന്മാരെ കുറിച്ചൊന്ന് ചോദിക്കാം. സോ വിൽ സ്റ്റാർട്ട് ഫ്രം വിജയ് ചേട്ടാ. ഗുരുക്കന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എൻ്റെ അപ്പ തന്നെയാണ് എൻ്റെ ആദ്യത്തെ ഗുരു. ആൻഡ് ഞാൻ ജനിച്ച സമയം തൊട്ട് ശരിക്കും പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വരെ. സോ കൂടുതൽ നേരം ഇരുന്ന് പഠിപ്പിക്കുന്നത് കൊച്ചിലെ ഒക്കെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ ഈ ഇടയ്ക്കായിട്ടാണ് കൂടുതലും അങ്ങനെയൊക്കെ മോർ സീരിയസ് ആയിട്ടുള്ള എന്താണ് പാട്ടൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതിനിടയ്ക്ക് ഞാൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്ന കാലഘട്ടത്തിൽ ഒബ്വിയസ്ലി അപ്പ തിരക്കിൻ്റെ ഇടയ്ക്ക് അപ്പയുടെ ക്ലാസ്മേറ്റ് ഗോവിന്ദകുട്ടി മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് തൃപ്പൂണിത്തുറയിൽ കൂടെ പഠിച്ചതാണ്. അപ്പോൾ പുള്ളീനെ ചെന്നൈ കൊണ്ടുവന്ന് അങ്ങനെ പുള്ളിയെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിച്ച് ഒരു 1.5 വർഷം പുള്ളിയുടെ കൂടെ പഠിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം ഗോവിന്ദകുട്ടി മാസ്റ്ററാണ്. പിന്നെ ഞാനിത് ജസ്റ്റ് ഇന്ത്യൻ ക്ലാസിക്കലിൻ്റെ കാര്യം പറഞ്ഞത്, അതായത് നമ്മുടെ കർണാടക സംഗീതം. പിന്നെ രാമമൂർത്തി റാവു എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദുസ്ഥാനിയും അതുപോലെ കർണാടക ഭീംഷൻ ജോഷിയുടെ ഒരു ശിഷ്യനാണ് പുള്ളി. ചെന്നൈയിൽ പുള്ളിയുടെ അടുത്ത് പോയി ഒരു 5 വർഷം. ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഭയങ്കര ഒരു ഓപ്പൺ ത്രോട്ട് സിംഗിങ് ആണ് പുള്ളിയുടെ. അപ്പോൾ ആ പുള്ളിയുടെ ഒരു ട്രെയിനിങ്ങിലാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കരിയർ ഗ്രാഫിൽ തന്നെ ഒരു ക്ലൈംബ് വന്നതും എൻ്റെ വോയിസിൻ്റെ ഒരു കുറച്ചുകൂടെയും ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ആയത് പുള്ളിയുടെ ഒരു പ്രാക്ടീസിലൊക്കെയാണ്. അങ്ങനെ പുള്ളിയുടെ കുറേ വർഷങ്ങൾ പുള്ളിയായിട്ട് പഠിച്ചു, ഒരു 5 വർഷം ഓൾമോസ്റ്റ്. പിന്നെ ഈ ഇടയ്ക്കായിട്ട് ഞാനും അതുപോലെ ശ്വേത ആൻഡ് കാർത്തിക് ഞങ്ങളെല്ലാവരും ഗുലാം നിയാസ് ഖാൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ അടുത്ത് നിന്ന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ബോംബെയിലാണ് പുള്ളീനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ചെന്നൈ കൊണ്ടുവരും. പിന്നെ സ്കൈപ്പ് വഴി ഞങ്ങൾ എവിടെ ട്രാവൽ ചെയ്താലും അത് ശരിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ ശ്വേതയാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ പ്രോഗ്രാംസിന് ഓസ്ട്രേലിയ അല്ലെങ്കിൽ US ഒക്കെ പോകുമ്പം അപ്പുറത്തെ റൂമിൽ അവൾ തമ്പുര ഓൺ ചെയ്ത് സ്കൈപ്പ് ക്ലാസ് ചെയ്യുന്നത് കേൾക്കാം. ഇത് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ്. പിന്നെയാണ് പുള്ളി ശ്വേത പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പുള്ളിയായിട്ട് തുടങ്ങിയതൊക്കെ. അങ്ങനെ ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് പുള്ളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഗുരുക്കന്മാരെന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനത്തെ കുറേയൊക്കെ നമുക്ക് പഠിപ്പിക്കുന്ന ഏറ്റവും നമ്മളെ ഒരു നിലയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ലൈംബ് ചെയ്ത് പോകുന്നത് ആ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ്. ആൻഡ് എൻ്റെ വെസ്റ്റേൺ ക്ലാസിക്കൽ ഞാൻ മയാമിയിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചപ്പോഴും അതിന് മുമ്പ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഓഡിഷൻ ചെയ്യണതിന് മുമ്പ് ഞാൻ പിയാനോ പ്രൈവറ്റ് ക്ലാസ്സായിട്ട് വീട്ടിൽ പഠിക്കുന്നുണ്ടായിരുന്നു ഹൈസ്കൂൾ സമയത്ത്. അതിന് എനിക്ക് പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു ഓൾമോസ്റ്റ് ഒരു 6'2" ഹൈറ്റുള്ള നല്ല എന്നെക്കാട്ടിലൊക്കെ നല്ല വണ്ണമുള്ള ഒരു മിസ്റ്റർ ബേൺസ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു അമേരിക്കനാണ്. പുള്ളിയുടെ കൈയൊക്കെ ഇത്രയും തിക്നെസ്, ഇങ്ങനെ നല്ല 2 കൈയൊക്കെ, ഇത് പുള്ളിയുടെ ഒരു വിരലാണ്, ഇങ്ങനെ ഭയങ്കര സൈസാണ്. പുള്ളി വായിക്കുന്ന കാണണം. ആ പിയാനോ ഇത്രയേ ഉള്ളൂ, പിയാനോയുടെ കീൻ്റെ സൈസ് ഇത്രയേ ഉള്ളൂ, പക്ഷേ പുള്ളിയുടെ ഫുൾ വിരൽ അതിൽ കവറാവും. അപ്പോൾ പക്ഷെ എന്നാൽ ഭയങ്കര രസമാണ് പുള്ളി വായിക്കുന്നത്. അപ്പോൾ പുള്ളി ആണ് എന്നെ പിയാനോ ശരിക്കും ഒന്ന് പഠിപ്പിച്ചതൊക്കെ. അത് വെച്ചിട്ടാണ് ഞാൻ ഓഡിഷൻ ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ കയറിയതൊക്കെ. സോ പുള്ളീനെ ഞാൻ ഓർക്കുന്നു. ആൻഡ് അവിടെ വെസ്റ്റേൺ ക്ലാസിക്കൽ വോക്കൽ എന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ച ഒരു മിസ് അമാൻഡ, അവരെ ഓർക്കുന്നു. ഒരു സ്ത്രീയാണ് എന്നെ ആക്ച്വലി പഠിപ്പിച്ചത്. അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ പിയാനോ പെർഫോമൻസ് ഒന്നും അല്ല, നീ വോക്കലാണല്ലോ നിൻ്റെ മെയിൻ, നീ നല്ലതായിട്ട് നീ പാട്ടുകാരൻ തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരുടെ അടുത്ത് എൻ്റെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞ എൻ്റെ അപ്പ ആരാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അപ്പോൾ വോക്കൽ ഇസ് യുവർ മെയിൻ തിങ്, യു ഹാവ് ടു ഫോക്കസ് ഓൺ ദാറ്റ് എന്നും പറഞ്ഞ് അതിൽ പുഷ് ചെയ്തത്. സോ അങ്ങനെ Thank you so much. That's a great informations. So Sujata ji, yes. ഗുരുപൂർണിമ എന്ന് പറഞ്ഞൊരു ദിവസം വേണ്ട നമുക്ക് ഗുരുക്കന്മാരെ ആലോചിക്കാൻ. എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ മാതാപിതാ ഗുരുദൈവം എന്ന് പറഞ്ഞ പോലെ ഞാൻ എന്ത് പാടുന്നതിന്
റെക്കോർഡിംഗ് പാടുന്നതിന് മുമ്പേ കുറേ ഒരു ലിസ്റ്റുണ്ട്, അവരെല്ലാം ഞാൻ മനസ്സിലാലോചിച്ചിട്ടേ തുടങ്ങാറുള്ളൂ. എസ്പെഷ്യലി കാലത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ അവരെല്ലാവരും എൻ്റെ മനസ്സിൽ വരും. അതിൽ ചിലർ, ഒന്ന് എൻ്റെ അമ്മ, അത് അമ്മ ഗുരു പോലെ തന്നെയാണ് എനിക്ക്. പാട്ടും അമ്മയുടെ അടുത്ത് നിന്നല്ല എനിക്ക് സംഗീതം കിട്ടി, അവരുടെ ഫാമിലിയിൽ നിന്നാണ്. പിന്നെ എൻ്റെ ഫൗണ്ടേഷൻ ഇട്ട് തന്ന നെയ്യാറ്റിങ്കര വാസുദേവൻ സാറാണ്, ദ ഫേമസ്. അദ്ദേഹം വലിയ കർണാട്ടിക് മ്യൂസിഷ്യനാണ്. ഞാൻ 5-6 വർഷം മാസ്റ്ററിൻ്റെ അടുത്ത് പഠിച്ചു. കിട്ടിയ ഫൗണ്ടേഷനിലാണ് ഇപ്പോഴും ഓടേണ്ടത് വണ്ടി. പിന്നെ അത് കഴിഞ്ഞ് മാസ്റ്റർ, ഞാൻ കൊച്ചിയായിരുന്നു, പിന്നെ മാസ്റ്റർ ട്രിവാൻഡ്രത്തേക്ക് ARൽ ജോലി കിട്ടി വന്നപ്പോൾ ഓച്ചിറ ബാലകൃഷ്ണൻ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ ഒരു സംഗീതജ്ഞനാണ്. അപ്പോൾ അവർ ആ സമയത്ത് പഠിപ്പിച്ച് അങ്ങനെ 8-9 വർഷം പാട്ട് പഠിച്ചു. പക്ഷേ കർണാട്ടിക്കിലേക്ക് കടക്കാൻ മെയിനായിട്ട് ആ സമയത്ത് ഒരുപാട് പാടി നടന്നിരുന്ന സമയമായതുകൊണ്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ശ്വേത ക്ലാസ്സുകൾ എടുക്കുമ്പോൾ എല്ലാ പാട്ടും ശ്വേത പാടുമ്പോൾ എനിക്കറിയാം. അപ്പോൾ എല്ലാവരും പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കരുത്താണ് എപ്പോഴും ഇത്രയും നാളും നമ്മളെ കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കണം. ആ ഗുരുക്കന്മാരെ തീർച്ചയായിട്ടും സ്മരിക്കണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ മാനസിക ഗുരു എന്ന് പറഞ്ഞാൽ ദാസേട്ടൻ. കാരണം ദാസേട്ടൻ്റെ ആദ്യത്തെ ഇനീഷ്യൽ എൻ്റെ കൊച്ചുനാൾ മുഴുവൻ ദാസേട്ടൻ്റെ കൂടെയാണ് ട്രാവൽ ചെയ്തേക്കണത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ദാസേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ചില ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ ദാസേട്ടൻ്റെ ഒരുപാട് ഇൻപുട്ട് ഉണ്ടായിരുന്നു എനിക്ക് അത് തരണം ചെയ്യാൻ. ദാസേട്ടൻ പിന്നെ ആദ്യത്തെ കുഞ്ഞുനാളിൽ ഞങ്ങളുടെ ഓർക്കസ്ട്ര, ഞങ്ങൾ ചെറിയ ഓർക്കസ്ട്ര, അപ്പോൾ അതൊക്കെ മോൾഡ് ചെയ്യാനും ഞങ്ങളുടെ സിംഗിങ്, പ്ലേ ബാക്ക് സിംഗിങ് മോൾഡ് ചെയ്യാൻ എമിൽ റെക്സ് സഹോദരന്മാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എമിലും റെക്സും എൻ്റെ പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറഞ്ഞതിലേക്ക് ഒരുപാട്, കാരണം സിനിമാ പാട്ടുകൾ കൊണ്ടുവന്ന് പാട്ടുകൾ പഠിപ്പിക്കുക, അതെങ്ങനെ സംഗതികൾ പാടണം എന്ന് പറഞ്ഞ് ഗിറ്റാർ വീട്ടിൽ കൊണ്ടുവന്ന് ഒരുപാട് പ്രാക്ടീസ് ചെയ്യിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ആ അടിത്തറ ആണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത് തീർച്ചയായിട്ടും. പിന്നെ പറയേണ്ടത്, ആദ്യം എനിക്ക് പാട്ട് തന്ന അർജുനൻ മാസ്റ്ററിനെയും രാജാ സാറും, ഇവർ രണ്ടുപേരാണ് എനിക്ക് തമിഴിലും മലയാളത്തിലും ആദ്യം പാട്ട് തന്ന. ഇവരെ മറക്കാതിരിക്കുക. ഇവരൊക്കെ എൻ്റെ പ്രാർത്ഥനയിൽ നന്ദി പറയുന്നവരാണ്. പിന്നെ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും, ഹൂഎവർ, ജോൺ ചേട്ടൻ, എല്ലാവരും നമുക്ക് ഗുരുക്കന്മാർ തന്നെ. അവരുടെ നിന്നൊക്കെ ഓരോ ആൾക്കാരുടെ നിന്നൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. റഹ്മാൻ നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് ഒരു പാട്ട് വെറുതെ ഒരു ഫോമിൽ തന്നിട്ട് അതിനെ ഒരു ഫുൾനെസ് ആക്കി പാടാനുള്ള ഒരു കപ്പാസിറ്റി തന്ന റഹ്മാനാണ്. അങ്ങനത്തെ എല്ലാവരും ഇവരൊക്കെ ഗുരുക്കന്മാർ തന്നെ. നമ്മളെക്കാട്ടും വളരെ കൊച്ചാണെങ്കിലും ഐ കൺസിഡർ ദം. അവരെല്ലാവരും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ആൻഡ് ടു ഓൾ മൈ ടീച്ചേഴ്സ് ആൻഡ് കോളേജിലെയും സ്കൂളിലെയും, ഒരു ദിവസവും കോളേജിലും പോയിരുന്നില്ല, ഒരു ദിവസവും സ്കൂളിലും പോയിരുന്നില്ല, എന്നിട്ടും നമ്മൾക്ക് നല്ലോണം പഠിപ്പിച്ച് എത്ര എൻകറേജ് ചെയ്ത് ഈ ഫീൽഡിൽ എന്നെ ഇത്രയും തിളങ്ങാൻ അനുവദിച്ച ആ സ്കൂളിനും കോളേജിനും എല്ലാ ഗുരുക്കന്മാർക്കും താങ്ക് യു സോ മച്ച് സുജാത ചേച്ചി. സോ യെസ്, ചേച്ചിയുടെയും വിജുവിൻ്റെ ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ എന്നെ ഇങ്ങനെ കമ്പയർ ചെയ്യായിരുന്നു. അതായത് മ്യൂസിക്കിൽ വരുന്ന യാതൊരു വിധമായ ഒരു ഹോപ്പും ഇല്ലാത്തൊരു കലാകാരനാണ് ഞാൻ കലാകാരനാവുന്നോ മ്യൂസിക് ഫീൽഡിലേക്ക് വരുന്നോ ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. ഡാഡിയുടെ ഒരു ഇൻട്രസ്റ്റാണ് എന്നെ അങ്ങനെ കീബോർഡ് പ്ലെയർ ആക്കാനല്ല, കീബോർഡ് പഠിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം. ഡാഡിക്ക് പണ്ട് ഹാർമോണിയം പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. അത് എൻ്റെ മേളിലേക്ക് ആക്കി. അതും എനിക്ക് അറിയില്ലായിരുന്നു ഞാനൊരു കീബോർഡ് പഠിക്കുമെന്ന്. എൻ്റെ ചേട്ടന് വേണ്ടി വെറുതെ കൂട്ടുപോയതാണ്. ചേട്ടൻ വയലിൻ പഠിക്കുമ്പോൾ ചേട്ടൻ്റെ കൂടെ കമ്പനിക്ക് എന്നെ വിടും. അവിടെ അങ്ങനെ കൊതുക് അടിച്ചിരിക്കലാണ് എൻ്റെ പരിപാടി. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞത്, എന്നാൽ വെറുതെ ഇരിക്കണേക്കാട്ടിലും നല്ല ഓർഗൻ എന്തെങ്കിലും പഠിക്കാൻ, അങ്ങനെ പഠിച്ചു തുടങ്ങിയതാണ് കീബോർഡ്. എൻ്റെ ആദ്യത്തെ ഗുരു ലെസ്ലി പീറ്റർ എന്ന് പറയും. അദ്ദേഹത്തിനൊരു 35,000 സ്റ്റുഡൻസ് ഉണ്ടാവണം എൻ്റെ കണക്കിൽ. അത്രയും ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരു വളരെ സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു ഭയങ്കരമായുള്ളൊരു മനുഷ്യനാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ട്രിക്റ്റാണ് ഞാൻ ഇന്നും ഫോളോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ടൈമിങ്, ഒരു കാര്യം വായിക്കാൻ വേണ്ടി അതിൻ്റെ പെർഫെക്ഷൻ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ നിന്ന് ഞാൻ പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഞാൻ പഠിക്കും, പിന്നെ ഉഴപ്പും നിർത്തും. കാരണം എനിക്കറിയില്ല ഇത് എത്രത്തോളം എന്നെ കൊണ്ടുപോകുന്നോ, ഇത് എൻ്റെ ജീവിതമാർഗ്ഗമാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉഴപ്പുമായിരുന്നു അതൊക്കെ. പിന്നെ എനിക്കങ്ങനെ എൻകറേജ് ചെയ്യാൻ വീട്ടിലങ്ങനെ ആരുമില്ല. എൻ്റെ മമ്മിക്ക് ഒരു പിടിയില്ല. ഡാഡി ആണെങ്കിൽ ഒരു ബിസിനസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൊരു മനുഷ്യൻ. മ്യൂസിക്കായിട്ട് യാതൊരു എൻവയോൺമെൻറ്റ് എനിക്കില്ലായിരുന്നു. അപ്പോൾ
ഇത് വിജയിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത്. എപ്പോഴും വി ഹാവ് എ ഹോപ്പ് ദാറ്റ് ദൈവം എന്തെങ്കിലും തരും എന്നുള്ള പ്രതീക്ഷയിലാണ് എന്നും ജീവിക്കുന്നത്. അപ്പോൾ ആ ഗുരുവിടെ അടുത്ത് പഠിച്ച ആ സ്ട്രിക്റ്റും ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രിസൈസും അങ്ങനെയുള്ള കുറേ ലൈഫിൽ നിന്ന് തന്നെ കുറേ വ്യത്യാസങ്ങളുണ്ടായി. 10ാം ക്ലാസ് കഴിഞ്ഞ് മാഷെന്നെ പറഞ്ഞു, ഇനി നീ ഇവിടെ പഠിക്കണ്ട, നീ വേറൊരു സ്കൂളിൽ പോയി പഠിച്ചോ. അങ്ങനെ അവൻ്റെ അഡ്രസ്സ് വന്നു. അവിടെ പോയപ്പോൾ അവിടെ അവസരമില്ല, പഠിക്കാനൊരു അവസരമില്ല. ഇവിടെ ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ബട്ട് എനിക്ക് കുഴപ്പമില്ല, എനിക്ക് 2 വർഷം കഴിഞ്ഞിട്ടുള്ളൂ പോവാം. പക്ഷെ ഡാഡി വെറുതെ വിട്ടില്ല. ഡാഡി പറഞ്ഞു, എങ്ങനെയും അവിടെ നീ ഒന്ന് പഠിക്കുക. അപ്പോൾ പോകാൻ നേരത്തെ വെറുതെ, അത് ഫാദർ തോമസ് ആണ്, ഫാദർ തോമസ് ചക്കാലമറ്റെന്ന് പറയും. ഫാദർ തോമസ് പറഞ്ഞു, ശരി കീബോർഡ് എടുത്ത് നീ വെറുതെ ഒന്ന് പോയി വായിക്കാൻ പറഞ്ഞു. ഞാൻ പോയി വെറുതെ കുറച്ച് വായിച്ചു, അറിയുന്ന പീസുകളൊക്കെ വായിച്ചു. അപ്പം തന്നെ അച്ഛൻ പറഞ്ഞു, ഇവിടെ പഠിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ അവസരം തന്നു. അച്ഛൻ എൻ്റെ അടുത്ത് ഫീസേ വാങ്ങിയിട്ടില്ല. അച്ഛൻ്റെ അടുത്ത് ഒരിക്കലും ഫീസ് വാങ്ങിയിട്ടില്ല. ചില സമയത്ത് വലിയതായിട്ട് കൊടുക്കാനും ഇല്ലായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ആ 2 വ്യക്തികൾ എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, എൻ്റെ ഡാഡി എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും മ്യൂസിക്കിൽ വരില്ല. ഞാനൊരു സാധാരണ ഗൾഫിൽ, എൻ്റെ കസിൻസും എല്ലാവരും ഗൾഫിലൊക്കെ പോയി കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനായേനെ ഈ 3 വ്യക്തികൾ എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ. പിന്നെ എൻ്റെ ചേട്ടനും എന്നെ കൂടെ സപ്പോർട്ട് ചെയ്തു, അങ്ങനെയൊക്കെ വന്നു. ഇപ്പം ഞാൻ ഈ കസേരയിൽ ഇവരുടെ കൂടെയൊക്കെ ഇരിക്കുന്നത് എൻ്റെ കാരണം 3 പേരാണ് എൻ്റെ ജീവിതത്തിൽ. പിന്നെ ഞാൻ ഓരോ ആൾക്കാരെ കണ്ടുമുട്ടി. ഞാൻ കുറച്ച് നേരം കർണാട്ടിക് മ്യൂസിക് കുറച്ച് പഠിക്കാൻ പോയി. സുകുമാരി നരേന്ദ്ര മേനോനും പരമേശ്വരൻ സാർ, അങ്ങനെ 2 പേരെടുത്ത് പോയി. പിന്നെ എനിക്ക് എൻ്റെ ഗുരുക്കന്മാരെ, എൻ്റെ യാത്രയിലുണ്ടായ ഗുരുക്കന്മാരെ, ഞാൻ 17 വയസ്സ് മുതൽ ഹരിഹരൻ്റെ കൂടെ വായിക്കാൻ പോയി. ഹരിഹരനെ ശരിക്കും പറഞ്ഞാൽ എന്നെ അങ്ങനെ ഉന്തിയിടുമായിരുന്നു ഓരോ പാട്ടുകൾ തന്നിട്ട്. ഒരിക്കലും റിഹേഴ്സൽ ചെയ്യിപ്പിക്കില്ല എന്നെ കൊണ്ട്. സ്റ്റേജിൽ നിർത്തുക, ഒരു ഭീകരമായൊരു ഗസൽ പാട്ട് പാടുക, അതിൻ്റെ ബീജം വായിക്കാൻ പറയും. അങ്ങനെ ഓരോ എനിക്ക് തന്ന ട്രെയിനിങ് ആയിരുന്നു. ഞാനൊരു 400 പ്രോഗ്രാം ഹരിഹരൻ്റെ കൂടെ വായിച്ചിട്ടുണ്ട്, ഗസൽ പ്രോഗ്രാം. ശിവമണി എനിക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു. റിതമിക്കലി എനിക്ക് കുറേ എങ്ങനെ സോളോ എടുക്കണം, പിന്നെ എവിടെ കൊണ്ട് നിർത്തണം, എങ്ങനെ ഒരു നല്ലൊരു മ്യൂസിഷ്യനെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെ കൂടെ വായിക്കണം എന്നുള്ളത് എനിക്ക് ശിവമണി പറയും. പിന്നെ ഒരു നല്ലൊരു മ്യൂസിഷ്യൻ്റെ കൂടെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ, ക്വസ്റ്റൻ ആൻസർ വരുമ്പോൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ എന്നെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഒരു ഗുരു ശിഷ്യൻ എന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ അവസാനമായി എനിക്ക് കിട്ടിയ ഗുരുവാണ് യു ശ്രീനിവാസ്. എന്നെ ക്ലാസ്സിൽ കൊണ്ടിരുത്തി, അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുത്തി എനിക്ക് രാഗം പറഞ്ഞു തരുമായിരുന്നു യു ശ്രീനിവാസ്. എന്നെ അത്രയും ഒരു ക്ലോസ്നെസ് അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. എൻ്റെ അവസാനത്തെ ഗുരുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ക്ലാസ്സിന് പോയി, അത് കഴിഞ്ഞ് അദ്ദേഹം മരിച്ചുപോയി. സോ ഇതാണ് എൻ്റെ ലൈഫ്. എല്ലാ ദൈവത്തിനും നന്ദി. തീർച്ചയായും നമ്മൾ എന്താ പറയുക, ഇത്തരത്തിൽ ഒരുപാട് എന്താ പറയുക മെമ്മറീസ് കേൾക്കാൻ കഴിഞ്ഞതിന് തീർച്ചയായും ഒരുപാട് സന്തോഷം. ഇപ്പം എല്ലാ ഗുരുക്കന്മാരെയും നമിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ജൂനിയർ തുടങ്ങാം. സോ നമുക്ക് വിളിക്കാം നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ഷാർലറ്റ്. ഒഴുകി വരേ രജത്. ഷാർലറ്റിനൊന്നും പറയാൻ പാടില്ല, എനിക്ക് ഷാർലറ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. ഷാർലറ്റിനെ എല്ലാവർക്കും ഷാർലറ്റ് ആക്ച്വലി, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാണ്. ഞാൻ ഷാർലറ്റിന്റെ അടുത്ത് വെറുതെ, ഇന്നലെ ഷാർലറ്റ് അമ്പലത്തിൽ പോകാറുണ്ട് കേട്ടോ എല്ലാ ദിവസം. ഞാൻ വെറുതെ ഷാർലറ്റിന്റെ അടുത്ത് അമ്പലത്തിൽ പോകുമ്പോൾ എനിക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ കുറേ ദിവസമായി അമ്പലത്തിലൊക്കെ പോയിട്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് രാവിലെ എനിക്ക് പ്രസാദമൊക്കെ കൊണ്ടുവന്നു. പാവ എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നൊക്കെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ ചുമ്മാ വെറുതെ പറഞ്ഞതായിരുന്നു ഇന്നലെ എന്നുള്ള പോലെ. അല്ല, എനിക്ക് തോന്നുന്നു അത് ഡെഫിനറ്റ്ലി എന്താ പറയാ, നമ്മൾ സീരിയസ്ലി പറയാണ്, ഡെഫിനറ്റ്ലി അത് തന്നെയാണ് ഇവിടുത്തെ കുട്ടികളുടെ ഒരു ഗുണം, ഇന്നസെൻസ് ആണ്. അത് നമ്മൾ എന്താ പറയാ, ഇപ്പൊ എന്താ പറയാ, ഇവരുടെ ഒക്കെ ഒരു സംഭവം എന്താ വെച്ചാൽ സ്നേഹം എന്ന് പറയുന്നത് അതിനൊരു കളങ്കമോ അതിനൊരു എന്താ പറയാ ഒരു കണ്ണിങ്നെസ് ഇല്ല. അത് അവർ പഠിച്ചിട്ടില്ല ആക്ച്വലി, അത് പഠിച്ചു വരുന്നുള്ളൂ. അങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് എല്ലാവർക്കും പിന്നീട് പ്രശ്നങ്ങളാവുന്നത്. എന്തായാലും നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. പിന്നെ ശരിക്കും എന്ത് പൂജയാണ്, ശത്രു സംഹാരമാണോ ചെയ്തത് ചേച്ചിക്ക് വേണ്ടി? അങ്ങനെയൊന്നും ആ മോള് ചിന്തിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. അത് എന്താണെന്നും കൂടി അറിയാനുള്ള പ്രായം. അപ്പൊ പിന്നെ നമുക്ക് റൗണ്ടിലേക്ക് കിടക്കാം. ഓക്കെ, സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോളെ? പെർഫോമൻസ് റൗണ്ട്. ഇവിടെ തകർത്ത ആളാൻ പോവാണ്. എന്താണ് പെർഫോമൻസ്? ഡാൻസ് ഉണ്ടോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഡാൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. യെസ്, ഏതാണ് പാട്ട്? ഭാഗ്യ ഫിലിമിലെ ചം ചം ചം. ഭാഗ്യ ഫിലിം വെരി ലേറ്റസ്റ്റ് മൂവി അല്ലേ? വെരി ലേറ്റസ്റ്റ് മൂവി. എന്റെ ഫേവറേറ്റ് സിംഗർ പാടിയ പാട്ടാണ് മൊണാലി താക്കൂർ. ഓഹോ, മൊണാലി താക്കൂർ റീസെന്റ് അവാർഡൊക്കെ കിട്ടി, ഭയങ്കര എന്താ പറയാ ഇങ്ങനെ ഹിറ്റായിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല കുറെ യങ്സ്റ്റേഴ്സിന്റെ ഒരു സിനിമയും കൂടിയാണ്. സോ എന്തായാലും വെരി റീസെന്റ് സോങ്, അടിച്ചു പൊളിക്കൂ, പെർഫോമൻസ് തകർക്കട്ടെ. തകർക്കൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. chum 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 chum
छम 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 जुल्फ से बादली बादल सीने पे से उड़ने लगे आंचल मुझसे नैना मिला के मौसम होने लगे पागल सबसे होके बेफिक्र नाचूं मैं आज छम 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 मैं नाचूं आज छम 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 Raindrop bouncing, my heart is announcing, got to take me away. Let's start jumping, my heart goes pumping, I love you in every way. धड़कनों पे भूल जाओगे तो नाच आज छम 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 मैं नाच आज छम 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 मैं नाच आज गीली हवाएं झूमती है धुन तो मेरे झूमती है छोड़ के ये शर्म वरम झूम ये जिया कोई भी कहे कुछ भी यहाँ मैंने तो कभी सुना कहा दिल में मेरे जो भी कहा मैंने वो किया हो इस पल को मैं आज जी लूं जो भी होकर देखा जाएगा कल मुझसे नैना मिला के मौसम होने लगे पागल है सबसे होके बेफिक्र नाचूं मैं आज छम 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 मैं नाचूं आज छम 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 बारिशों की ताल पे ये खनक मेरे धड़कनों की कह रही है जेल तू जरा बार बार साथ मेरे सारे अब तिरथने लगे डोले ज़मीना जे आसमां मैं तो हदा हूँ हाथ न आओ मर्जी से अपनी उठी ही जाओ हो तो क्या करूँ मैं क्या तारीफ़ें रात ने छुराया मेरा काजल मुझसे नैना मिला के मौसम होने लगे पागल है सबसे होके बेफिक्र बाँझों में आज छम 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 मैं नाच आज छम 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 Chum 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 सपना जे आज वो മലർ കൊടി പോലെ വണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലെ മയങ്ങൂ നീ എൻ മടിമേലെ
മോൾ ഈ വയസ്സിൽ ഇത് പാടി എന്ന് പറഞ്ഞത് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു. ഇന്ന് രാത്രി മദ്രാസിൽ പോയിട്ട് നാളെ വരാമെന്ന് പറഞ്ഞാളാട്ടാ. അപ്പൊ ആർക്കോ ഹോം സിക്നസ്? എനിക്ക് പനിയാണെങ്കിൽ അത് മഞ്ഞപ്പിത്ത. അയ്യോ എന്റെ ചക്കര എനിക്ക് വയ്യ. എന്തൊരു രസമായിരുന്നു. തികളേ എന്നെ വിട്ടു പോയിടല്ല നീ ഈ കിളി പൂക്കളിൽ മുത്തമിട്ട നച്ച പെൺമണി ചക്രവർത്തിയായ ചിത്രമെടേറാ ഷാർലറ്റ്. എന്തോ ഷാർലറ്റ് എന്തോ അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോ കമന്റ്സിലേക്ക് കിടക്കാം. Yes. ഷാർലേറ്റ്, എന്തോ നീ പാട്ട് നന്നായി പാടി. നിനക്കിപ്പോ ഞാൻ പറയല്ലേ, ചിലര് പാട്ട് പാടുമ്പോ മോള് പാടിക്കോ, മോളെ കൊടുന്നവനാരെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ മാതിരി ഈ പാട്ടാരാ തന്ന്? ഈ പാട്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്തു. നീ തന്നെ ഒരു കുഴി കുത്തി. അങ്ങനെ സെലക്ട് ചെയ്തതാണ്, അങ്ങനെയല്ല. ഒരു ദിവസം രാത്രി മൊബൈൽ ഡാറ്റ ഒക്കെ ഓണാക്കിയിട്ട് കറണ്ട് പോയതാ. അപ്പോൾ മൊബൈൽ ഡാറ്റ ഓൺ ആക്കിയിട്ട് കറണ്ട് പോയി. അല്ല, മൊബൈൽ ഡാറ്റ ഒക്കെ ഓണാക്കിയിട്ട് നെറ്റിൽ സെർച്ച് ചെയ്തു. അപ്പൊ നിനക്ക് ഈ പാട്ടാ കിട്ടിയ? അല്ല, ഞാൻ അടിച്ചൊന്നും നോക്കിയിട്ടില്ല, പറ. യൂട്യൂബിലാട്ടോ നോക്കിയത്. അപ്പോൾ അടിയിലൊരു പെർഫോമൻസ് പോലെ തോന്നിയൊരു പാട്ട് കണ്ടു. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തു. അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ അതിൽ ഇച്ചിരി ഭാഗ്യം വിഷ്വല് കണ്ടപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടു. നീ വിഷ്വലാണോ കണ്ട്? വിഷ്വല് കണ്ടപ്പോഴല്ല, പാട്ട് ശ്രദ്ധിച്ചു. ആരാ പാടിയത് ഒറിജിനലി? മൊണാലി. ഓക്കെ ഓക്കെ. നിനക്കൊക്കെ ഇങ്ങനെ വെള്ളം കുടിക്കണ മാതിരി പാടാൻ പറ്റുന്ന പാട്ടാണ്. യു ഹാവ് സങ് മച്ച് ബെറ്റർ, അമേസിങ് സോങ്സ് ഓൺ ദി സ്റ്റേജ്. പെർഫോമൻസ് റൗണ്ടിലൊക്കെ നീ തകർത്ത് വാരിയിട്ടുണ്ട് ചില പാട്ടുകളൊക്കെ കേട്ടോ. ഇത് അത്രയ്ക്കൊരു ഒരു പെർഫോമൻസിൽ ചെയ്യാൻ, കാരണം ഇത് പെർഫോമൻസ് മാത്രമല്ല, അറ്റ് ലാസ്റ്റ് യു ആർ സിംഗിങ് അല്ലേ? പാടുമ്പോൾ എന്തെങ്കിലും ഒരു ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നാലല്ലേ വാവ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ഒരു പാട്ടിൽ വെച്ച് നീ നന്നായി ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിൽ അർത്ഥത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ യു സാങ് ഇറ്റ് വെരി വെൽ. നീ നല്ലൊരു ജസ്റ്റിസ് പാട്ടിന് കൊടുത്തായിരുന്നു, കോറസ് എല്ലാം പാടി. ബട്ട് യു ബ്രിങ് അപ്പ് സം മോർ ഗുഡ് ടൈപ്പ് ഓഫ് സോങ്. ഗുഡ് പറഞ്ഞാൽ പാടാൻ എന്തെങ്കിലും ഉള്ള പാട്ടുകളാകുമ്പോൾ നമുക്ക് അതിലെന്തെങ്കിലും വി ക്യാൻ കമ്പയർ കേട്ടോ. അല്ലാത്ത പക്ഷേ യു ഡിഡ് എ ഗുഡ് ജോബ്. ഓക്കെ ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി? ഇനിയും എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും പറയാണ്, കാരണം നമ്മൾ വളരെ ടൈറ്റായിട്ട് വരികയാണ്. ഇതൊക്കെ നമ്മൾ ഒരു ഷോയിന് പാടുന്ന സോങ്ങിനെ ആ ഒരു ലെവലേ ഉള്ളൂ ഈ പാട്ടിനൊക്കെ. ഒരു കോമ്പറ്റീഷനിൽ ഇതെടുക്കാൻ പോരാ. കാരണം കുറച്ച് പേരേ ഉള്ളൂ. ആദ്യത്തെ ഇനീഷ്യൽ സെലക്ഷനൊക്കെ നിങ്ങൾ പാടുവാണെങ്കിൽ കൊള്ള, ഈ കുട്ടി ഇത് പാടുന്നുണ്ട്, അത് പാടുന്നുണ്ട്, എല്ലാ വെറൈറ്റിയും പാടുന്നുണ്ട്. ഇനിയും പാട്ടുകളുടെ ക്വാളിറ്റിയും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പാട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് റീച്ച്ഡ് അപ് ടു ദാറ്റ് മാർക്ക്. കാരണം ആ പാട്ടും അല്ല മോള് പാടിയത്, മോൾക്ക് ഒന്നുമില്ല ചെയ്യാൻ. ഒരു കുറച്ചിങ്ങനെ ഡള്ളായിട്ട് കിടന്നു. അവിടെ ചം നമുക്ക് മനസ്സിൽ തോന്നിയപ്പോൾ എപ്പോൾ തീരും അങ്ങനെ തോന്നി തുടങ്ങി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഒരു എഫക്ട്ലെസ് സോങ്. അപ്പോൾ ബി കെയർഫുൾ അബൌട്ട് ദ സോങ് ചോയ്സ്. ഇനി ഇപ്പോൾ റോജാപ്പൂ എന്ത് രസമായിട്ട്, അതൊരു പെർഫോമൻസ് സോങ് തന്നെയാണ് ആക്ച്വലി. എന്ത് രസമായിട്ടാണ് മോള് പാടിയേ. അതിന് ആ ഒരു എന്താ പറയുക, ഒരു ഫുൾ ജോഷും എല്ലാം ഉണ്ടായിരുന്നു. ഇതിലൊന്നും ഉണ്ടായിരുന്നു. ചേച്ചി അങ്ങനെ ചേച്ചി പറഞ്ഞ പാട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പം സുചേച്ചി പറഞ്ഞ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു വിൻറ്റേജ് ക്ലാസിക്സ്, തമിഴിലാണെങ്കിൽ ഹിന്ദിയിൽ മാലിന്യൊക്കെ അഭിനയിച്ച കിട്ടില്ല പാട്ടുകൾ. ശ്രീദേവി അതെ, അങ്ങനെ കിടക്കുകയാണ് അവന്. അല്ല ഇപ്പൊ ഹിന്ദി പാടിയോണ്ടാ പറഞ്ഞു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഉണ്ട്, നിനക്കൊക്കെ തകർത്താടാൻ പറ്റുന്ന പാട്ടുകളുണ്ട്. അത് അക്കോർഡിംഗ് ടു യുവർ ടാലന്റ്. സോങ് ചോയ്സ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. ഇനിയും എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം പാട്ടുകൾ എടുക്കുമ്പോൾ. കാരണം നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് പാടിയാലും ആ പാട്ടിന് നമുക്ക് ആഹാന്ന് തോന്നിയാലേ മാർക്ക് തരാൻ പറ്റുള്ളൂ. ഇപ്പം എന്തെങ്കിലും ഒരു എലിമെൻറ്റ് വേണം ആ പാട്ടിൽ, എന്നാലേ അത് ഞങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കുള്ളൂ. ഇതിപ്പോൾ മോള് നല്ലോണം ഒപ്പിച്ചു ആ പാട്ട്, പക്ഷെ ഇറ്റ് ഡിഡ്ന്റ് കൺവേ എനിത്തിങ്. താങ്ക് യു. സോ വിജയ് ചേട്ടാ. ഷാർലറ്റ്, എന്തോ ഓക്കെ. അപ്പോൾ സോങ് സെലക്ഷൻ ഒരു ചെറിയ പ്രശ്നമാണ്. ഓക്കെ, ഇനി അങ്ങോട്ട് എല്ലാ കണ്ടസ്റ്റൻസും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. യു ഹാവ് ടു ഇംപ്രസ് ഓൺ ഓൾമോസ്റ്റ് എവറി പെർഫോമൻസ്. അപ്പോൾ അത് നോക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു ഓക്കെ ചേട്ടാ. സോ നമുക്ക് നേരെ മാർക്കിലേക്ക് കിടക്കാം. സോ യെസ് വിജയ് ചേട്ടാ. $7.5. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. 8 marks. Thank you, Yes, ചേച്ചി. and Stephen ചേട്ടാ. 8 marks. Thank you ചേട്ടാ. ഓക്കെ അപ്പോൾ 23.5 മാർക്സ്. നല്ല മാർക്കാണ്, നല്ല കുഴപ്പമൊന്നുമില്ല. മാർക്കാണ്. സോ വിത്ത് മോർ ബെറ്റർ സോങ്സ് Better songs ആയിട്ട് വരും. Okay? ഓക്കെ ഓൾ ദി ബെസ്റ്റ്. Let's welcome our next contestant, Anne Benson. ഫ്ലവേഴ്സ് കൊണ്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കമ്മലും ഫ്ലവർ. മൊത്തം ഫ്ലവർ ആണ്. എന്തായാലും നമ്മുടെ എവർ ക്യൂട്ട് ഭയങ്കര ബേബിയാണ്. ക്യൂട്ട് ആണ്. ക്യൂട്ട് ബേബിയാണ്. എന്തായാലും നമുക്ക് റൗണ്ട് നോക്കാം. ഓക്കെ സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോളെ? Tribute to legend. Tribute to legend. ആർക്കാണ് ട്രിബ്യൂട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ? Salil Chaudhary. സലീൽ ചൗധരി സാർ. എന്താണ് ഒരു നാണം? ഒന്നുമില്ല. എനിക്ക് വയ്യ. ശരി, അപ്പോൾ സലീൽ സാറിന്റെ ലൈക്ക് ഒരുപാട് സോങ്സ് ഉണ്ട്. അതിൽ ഏത് ഏത് ബ്യൂട്ടിഫുൾ സോങ് ആണ്? വിഷുക്കണി എന്ന ഫിലിമിലെ ആ മലർക്കൊടി. മലർക്കൊടി. ഓ വെരി എന്താ പറയാ, നല്ലൊരു തരാട്ട് പാട്ട് പോലത്തെ ഒരു പാട്ടാണ്. Very സലീൽ sweet ചൗധരി song. സാറിന്റെ ഒക്കെ മറ്റേ പാട്ടുകൾ കേൾക്കാറുണ്ടോ മോള്? പണ്ട് ഇവിടെ എന്താ പറയാ അവാർഡ് കിട്ടിയ ചെമ്മീൻ പോലത്തെ സിനിമ മുതലുള്ള ഒരു ഭയങ്കര ലെജൻഡാണ് അല്ലേ. അപ്പൊ അങ്ങനെ ഇവിടെ നമ്മുടെ ലെജൻസിന്റെ മുമ്പിൽ അങ്ങനത്തെ ഒരു ലെജൻഡിന്റെ പാട്ട് പാടാൻ പറ്റുന്നതിനും വളരെ വളരെ എന്താ പറയുക ഭാഗ്യമുണ്ട് മോൾക്ക്. സോ ഓൾ ദി ബെസ്റ്റ്. നന്നായി പെർഫോം ചെയ്യൂ. Thank you. All the best മോളെ. Thank you, ചേച്ചി. മലർക്കൊടി പോലെ വണ്ണത്തൊടി പോലെ മലർക്കൊടി പോലെ വണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ മയങ്ങൂ നീ എൻ മടിമേലേ മലർക്കൊടി പോലെ വണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ മയങ്ങൂ നീ എൻ മടിമേലേ അമ്പിളി നിന്നെ പുൽകി അമ്പരം പുകി ഞാൻ മേഘമായി അമ്പിളി നിന്നെ പുൽകി അമ്പരം പുകി ഞാൻ മേഘമായി നിറസന്ധ്യയായി ഞാൻ ആരോമലെ വിടന്നെന്നിൽ നീയൊരു പൊൻതാരമായി ഉറങ്ങൂ കനവു കണ്ടുണരാനായുഷ സണയുമ്പോൾ മലർക്കൊടി പോലെ വണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ ആരിരോ ആരിരാരാരോ.
ഒരു 4-5 വർഷം കഴിഞ്ഞ മോള് ഒരു സിംഗർ എങ്ങനെയാവുമെന്ന് എനിക്ക് കാണാം. ഒരു അസാധ്യ സിംഗറിനെ കേരളത്തിന് കിട്ടാൻ പോവാണ്. ഇന്ന് രാത്രി മദ്രാസിൽ പോയിട്ട് നാളെ വരാമെന്ന് പറഞ്ഞാളാട്ടാ. അപ്പൊ ആർക്കോ ഹോം സിക്നസ്? എനിക്ക് പനിയാണെങ്കിൽ അത് മഞ്ഞപ്പിത്ത. ഏതൻ തോട്ടം പൂത്തുലഞ്ഞ നിന്റെ മെനിയിൽ ഏഴാം സ്വർഗം തേടി ഇന്ന് വന്നതാണ് ഞാൻ. കലക്കി, ഡാൻസും കലക്കി, പാട്ടും കലക്കി. തിക്കളി തിക്കളി എന്നെ വിട്ടു പോയിടല്ലേ നീ. ഈ കിളി പൂക്കളിൽ മുത്തമിട്ട നച്ച പെൺമണി ചക്രവർത്തിയായ ചിത്രമെടേറാ. എന്താന്ന് പാട്ട്? എന്ത് രസമായിട്ടാ പാടിയേ. താങ്ക് യു. ഭയങ്കര രസമായിരുന്നു. ഒരു ഡോളിനെ പോലെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പാടുന്നതൊക്കെ. മയങ്ങൂ മയങ്ങൂന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മയക്കി നമ്മളൊക്കെ. ഉറക്കായിരുന്നു തോന്നുന്നു പാട്ടൊക്കെ പാടി. എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കൂ. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാം മയക്കിയ ഈ പാട്ടിനെ നമുക്ക് എന്തായാലും കമന്റ്സിലേക്ക് കടക്കാം. സോ യെസ്, വിൽ സ്റ്റാർട്ട് വിത്ത് സുജാത ചേച്ചി. എൻ്റെ ആൻ, എന്തോ ഈ ഒരു പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഓ ഇത് പാടാമല്ലോ. പക്ഷെ എത്ര സ്റ്റേജിൽ പാടി എത്ര പ്രൊഫഷണൽ സിംഗർ ആയാലും ഇത് പാടാൻ ഒന്ന് പേടിക്കും. കാരണം ശ്വാസം ഇങ്ങനെ ലോങ് ആയിട്ട് നിൽക്കും, സംഗതികൾ എല്ലാം ഇങ്ങനെ കടകടകടകടാന്ന് പറയുന്ന ഒരു പാട്ടാണ്. വെരി ഡിഫിക്കൽട്ട് സോങ് ടു സിംഗ് ഓൺ സ്റ്റേജ്. മോൾ ഈ വയസ്സിൽ ഇത് പാടി എന്ന് പറഞ്ഞത് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു. യുവർ പല്ലവി വാസ് ടു ഗുഡ്. അനുപല്ലവി സ്ലിപ്പായി, അങ്ങി സ്ലിപ്പായി. ചരണം അഗെയിൻ എല്ലാം നന്നായിട്ട് വന്നു. ഇപ്പോൾ മോളിൽ കുറച്ച് കുറവുകളുണ്ട് മോളുടെ സിംഗിങ്ങിൽ. വോയിസ് കുറച്ചും കൂടി ഒരു ചെറിയൊരു ട്രെമളോ അന്ന് ഈ ചേട്ടനും പറഞ്ഞ ഒരു ചെറിയ ഇതുണ്ട്. പക്ഷേ ഒരു 4-5 വർഷം കഴിഞ്ഞ മോൾ ഒരു സിംഗർ എങ്ങനെയാവുമെന്ന് എനിക്ക് കാണാം. ഒരു അസാധ്യ സിംഗറിനെ കേരളത്തിന് കിട്ടാൻ പോവാണ്. അത് തീർച്ചയായിട്ടും കാണാം. അപ്പോൾ ഈ അമ്മ പറഞ്ഞു തരണ പോലെ പാട്ടുകളൊക്കെ നല്ലോണം പഠിക്കുക. ഈ പാട്ട് ആക്ച്വലി ഈ ഏജിൽ എടുക്കാൻ വെരി ഡിഫിക്കൽട്ട് സോങ് ആണ്. അത് അമ്മയ്ക്ക് മുകളിലുള്ള വിശ്വാസമായിരിക്കും ആ പാട്ടെടുത്തത്. മോൾക്ക് ഇതിലും നല്ലോണം പാടാൻ പറ്റും. ഇന്ന് കുറച്ച് അനുപല്ലവി കുറച്ച് വീക്കായിരുന്നു. ബട്ട് എനിവേ ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ആൻഡ് ഓർക്കസ്ട്ര എന്ത് രസമായിട്ടാണ്. താങ്ക്സ്. ഞാനിത് ഒരുപാട് സ്റ്റേജിൽ ദാസേട്ടൻ പാടി കേട്ടിട്ടുണ്ട്. ദാസേട്ടൻ ഇതൊരു രസറിയോ ആ ശബ്ദം. കാലം അറിയാതെ ഞാൻ അച്ഛനായി ആ സമയത്ത് ദാസേട്ടൻ്റെ മോനെ ഒന്ന് കിട്ടാൻ പോണ സമയം അതോ കിട്ടിക്കഴിഞ്ഞ ഉടനെയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ കൈയടിക്കും അത്. കാരണം ദാസേട്ടനൊരു കുഞ്ഞില്ല, കുറേ വർഷം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ കിട്ടണത് എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പം എന്തൊരു കൈയടിയറിയാം ആ സ്ഥലം വരുമ്പോൾ. ആ ഓർമ്മകളൊക്കെ വന്നു. ശരി മോളെ. ആൻ വളരെ ഭംഗിയായിട്ട് പാടി കേട്ടോ. റിയലി നൈസ്. വളരെ കൈൻഡ് ഓഫ് ഒരു മെച്ചുവേർഡ് സിംഗിങ് ആയിരുന്നു. ആൻഡ് ഈ പാട്ടിന് അത് വളരെ അത്യാവശ്യമാണ്. ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഐ തിങ്ക് കുറച്ച് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് ഓക്കെ. ഇറ്റ് വാസ് നൈസ്. നല്ലായിരുന്നു. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ആൻ ബെൻസിൻ്റെ ഉള്ളിലുള്ള കുടിയിരിക്കുന്ന കഴിവ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പാടാൻ പറ്റിയില്ല. കാരണം ഓരോ ദിവസം അങ്ങനെ മാനസികമായിട്ട് എന്തെങ്കിലും ഇതിലൊക്കെ ചെറിയ അമ്മേനെ കാണില്ല എന്ന് പറഞ്ഞ ടെൻഷൻ. ആ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാ. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും അല്ലേ ഒരുപക്ഷെ ഇപ്പോഴുണ്ടാവില്ല. ഹോം സിക്നസ് ഒക്കെ നമുക്ക് ഇപ്പോഴും ബേസിക്കലി എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് കരയാറുണ്ട്. ഇവന്റെ മേത്ത് കിടന്നിട്ട് ഞാൻ കരയാ. അപ്പൊ ഇവൻ കരഞ്ഞോണ്ടിരിക്കുക. ഇന്ന് രാത്രി മദ്രാസിൽ പോയിട്ട് നാളെ വരാമെന്ന് പറഞ്ഞാളാട്ടാ. അപ്പൊ ആർക്കോ ഹോം സിക്നസ്? എനിക്ക് പനിയാണെങ്കിൽ അത് മഞ്ഞപ്പിത്ത. അപ്പൊ അല്ലാതെ പാട്ടിനെ നമുക്ക് അറിയാലോ, ഒരാൾ പാടുമ്പോൾ എത്രത്തോളം നീ ഇപ്പൊ പറഞ്ഞ ചേച്ചി പറഞ്ഞ മാതിരി ആ അനുപല്ലവിയിലുള്ള ചെറിയ പ്രശ്നങ്ങൾ. പക്ഷെ പല്ലവി ആ 2-3 സാധനം തന്നെ ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ ഇത് ഭീകരമായി തീർക്കാൻ പോവാൻ പാട്ടാണ്. ചേച്ചി അതിനെ കറക്റ്റ് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞാൽ നിനക്ക് വരാൻ പോണ ഒരു ഫിനിഷ്
അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വരിക. ഈ പ്രായത്തിലൊക്കെ ആകുമ്പോൾ ഇത് തന്നെ മാക്സിമമാണ് ഇത് ചെയ്യുന്നത് എൻ്റെ കഴിവിൽ. അപ്പോൾ അത് ഇപ്പോൾ വരുന്നത്. സോ അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ഒരു ടോണിൻ്റെ ഫിനിഷൊക്കെ നന്നായിട്ട് വന്ന് യു വിൽ ബിക്കം എ വെരി കംപ്ലീറ്റ് സിംഗർ. അതിനുവേണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കും. അപ്പോൾ വല്ല ഷോ ഉണ്ടെങ്കിൽ നീ വേം വാ കേട്ടോ. ഓക്കെ, സോ അല്ലാത്ത പക്ഷം നീ നന്നായി പാടി. യു മേഡ് ദി സോങ് ആൻഡ് ഐ ട്രൂലി ലവ് ദി സോങ്. എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടാണത്. ഞാൻ കുറേ അൺപ്ലഗ്ഡിലെല്ലാം വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദാസേട്ടൻ ഈ പാട്ട് പാടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഒരാഗ്രഹമാണ്, എനിക്ക് ലൈവ് കേൾക്കണം എന്ന് ഒരാഗ്രഹം. പിന്നെ നമ്മുടെ പുലികൾ തകർത്തു കേട്ടോ. അമേസിംഗ്ലി പെർഫോം. എല്ലാവരും സൂപ്പറായി വായിച്ചു. സൂപ്പർ. താങ്ക് യു ഫോർ ദ സോങ്. ചക്കരെ താങ്ക് യു. താങ്ക് യു ചേട്ടാ. ഇനിയിപ്പോ ഒന്നും കേൾക്കാലോ, നേരെ മാർക്സ് അല്ലേ? ഓക്കെ, ഓക്കെ. സോ യെസ്, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വിജയ് ചേട്ടാ. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. 8.5. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. 25. ഹാപ്പി അല്ലേ? സന്തോഷായില്ലേ? ആ, സന്തോഷായി. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ നല്ല പാട്ടുകളുമായി വീണ്ടും വരാം. ഇനിയും വരൂ കേട്ടോ. ഓക്കെ, All the best. So let's welcome our next contestant, Srinand. ശ്രീനന്ദ്. ഇതാരാണിത്? അനിയനാണോ ചേട്ടനാണോ? അനിയന്റെ ഷെയ്ഡ്സ് ആണല്ലോ വെച്ചിട്ട് വന്നിരിക്കണേ. അതെ, ഇത് അനിയന്റെ വെച്ച് അനിയൻ ഇനി ചോദിച്ചു വരുമോ? അതെ, ഇനിയിപ്പോ ചോദിച്ചിങ്ങോട്ട് വരുമോ? പ്രശ്നമാവോ ആകെ? കരയുന്നവിടെ. ഓ, കരയാണോ? ഇപ്പഴേ കരച്ചിലൊക്കെ തുടങ്ങി. അപ്പൊ എന്തായാലും ഒരു എൻട്രി നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് അല്ല വെച്ചോളൂ, കുഴപ്പമില്ല, അതെ, ഭംഗിയാണ്. കുഴപ്പമൊന്നുമില്ല. അനിയൻ ഇവിടെ വരുന്നവരെ ശ്രീനന്ദ് നമുക്ക് എന്ത് വെച്ചാലും ക്യൂട്ടാണ്, വെച്ചോളൂ. എനിക്ക് വയ്യ. ഇനിയിപ്പോ റൗണ്ട് നോക്കാം. ആ, ഓക്കെ, സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോനെ? ഇറ്റ്സ് മൈ ഹീറോ. It's my hero. ഓക്കെ, ആരാണ് മോന്റെ ഹീറോ? മോഹൻലാൽ. മോഹൻലാലാണ്. ആഹാ, മോഹൻലാൽ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ള ഏത് മൂവിയായിരുന്നു രജത്? മോഹൻലാൽ ഇങ്ങനത്തെ കോസ്റ്റ്യൂമില് 2-3 സിനിമകളുണ്ട്. എനിക്കൊരു എനിക്കുണ്ട്. ഗസ് വർക്ക് ഉണ്ട്. അപ്പൊ എന്തായാലും മോനോട് തന്നെ അതെ, ചോദിക്കാം. അതായിരിക്കും ബെസ്റ്റ്. ഞാൻ പറയാം. രജിത്ത്, യെസ്. എനിക്ക് തോന്നി ഈ കോസ്റ്റ്യൂം ഏറ്റവും അധികം ഇവിടെ ആരായിട്ടിരിക്കുന്നത് അറിയോ? നമ്മുടെ അഞ്ജലിയാ. അതെ, പക്ഷെ അഞ്ജലിയാണ് ഈ കോസ്റ്റ്യൂം എപ്പോഴും ഇട്ടിരിക്കണം അതെ അല്ലേ? അതെ അതെ, ശരി, തീർച്ചയായും. പക്ഷേ ചേട്ടാ. പക്ഷെ എനിക്ക് ഈ കോസ്റ്റ്യൂം ശരിക്കും ഇഷ്ടപ്പെട്ടത് ഇപ്പൊ ഇന്ന് ശ്രീനന്ദ് ഇട്ട് കണ്ടപ്പോഴാ. ഓഹോ, ആ, ഇത് കഴിഞ്ഞിട്ട് അവിടേക്ക് ഇതിന്റെ വതുക്കും ഇവിടെ മേലെ. അല്ല, ശരിക്കും ലാലേട്ടന് ഇട്ടിട്ടുള്ള മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ്. അതിന് മുന്നേ അതിലുള്ളൊരു പാട്ട് നമ്മൾ ഇതിന് മുന്നേ കേട്ടിട്ടുണ്ട് ഈ സ്റ്റേജിൽ തന്നെ. പക്ഷെ മൂന്ന് തന്നെ പറയട്ടെ ഏത് തീർച്ചയായും. മൂവിയാണ്, ഏത് പാട്ടാണ് എന്നൊക്കെ. അത്രയും ഉറപ്പാണ് അപ്പൊ ഗസ്റ്റിനെ കുറിച്ചല്ലേ? ഓഹോ, ഞാൻ ശരി. ആരാ മോള്? ഓക്കെ, എന്നാ ശ്രീനന്ദ് തന്നെ പറയൂ. എന്റെ ഗാന്ധർവം എന്ന് പറഞ്ഞ സിനിമയിലെ നെഞ്ചിൽ എന്റെ കഞ്ചാവാണ്. ഗാന്ധർവോ? അല്ല, ഗാന്ധർവം. ഓക്കെ, ഗാന്ധർവ സിനിമയിലെ നെഞ്ചിൽ കഞ്ചാവാണെന്നാണ്. ആഹാ, അത് എന്താ പറയാ, അതിന് എന്താ പറയാ, എനിക്ക് തോന്നുന്നു ലാലേട്ടനൊക്കെ ഇങ്ങനെ തകർത്ത് ഡാൻസ് ഡാൻസ് ഒക്കെ കളിച്ച് Dance ഉണ്ടാവോ? ലാലേട്ടനെ ഇത്ര മുടിയത് ഇത്രയും മുടിയും മറ്റേ എന്താ പറയാ ഫുൾ ഓൺ കുറെ കാറും കാര്യങ്ങളും, പിന്നെ അതിന്റെ ടീമും എന്താ പറയാ SP വെങ്കടേഷ് മ്യൂസിക് ഡയറക്ടറും സംഗീത് ശിവൻ, സന്തോഷ് ശിവൻ തുടങ്ങിയ ഒരുപാട് പേരൊരു ലെജൻഡറി കോമ്പിനേഷൻ ഒക്കെ ഉള്ള സിനിമയാണ്. സോ നമ്മുടെ ഫുൾ ഡാൻസേഴ്സ് വരില്ലേ പിന്നെ? ശ്രീനന്ദിനെ സപ്പോർട്ട് ചെയ്യാൻ? ഡാൻസേഴ്സ് വരണം. നമ്മുടെ ശ്രീനിധി എന്തായാലും എൻട്രി വേണ്ടി വരും ഇതില്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവരും ഒന്ന് വിളിക്കാം. അതിന് മുമ്പ് ഒരു സമയം ഒന്ന് എടുത്തിട്ട് വരാം വിളിക്കാനായിട്ട്. അല്ല, അവര് വന്ന് പതുക്കെ ഒന്ന് സെറ്റ് ആവണ്ടേ? അല്ലെ, അപ്പൊ ചെറിയ സമയം എടുത്താലോ നമുക്ക്? ഒരു ചെറിയ ബ്രേക്ക്. യെസ്, സോ സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ കുട്ടി ബ്രേക്ക്. അയ്യോ, എന്റെ ചക്കര, എനിക്ക് വയ്യ. എന്തൊരു രസമായിരുന്നു. പക്ഷെ ഇത് നീ യു സ്റ്റോൾ ദ ഷോ, യു സ്റ്റോൾ ദ കംപ്ലീറ്റ് സോങ്. ഇക്കളി തികളി എന്നെ വിട്ടു പോയിടല്ലേ നീ. ഇക്കിളി പൂക്കളിൽ മുത്തമിട്ട നച്ച പെൺമണി. ചക്രവർത്തിയായ ചിത്രമെടേറാ. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ പവർഡ് ബൈ നിറപറ. സോ ഇറ്റ്സ് മൈ ഹീറോ റൗണ്ടിൽ ലാലേട്ടന്റെ ഒരു തകർപ്പൻ പെർഫോമൻസ് ഉള്ള ഗാന്ധർവം സിനിമയിലെ പാട്ടുമായി വരുന്നു നമ്മുടെ ശ്രീനന്ദ്. ഓൾ ദി ബെസ്റ്റ് ശ്രീനന്ദ്. ഓൾ ദി ബെസ്റ്റ്.
കഞ്ചബാണയും സ്വർഗറാണിയോ നീ സ്വപ്നകന്യയോ ഇന്ദ്രജാലമാടും ക്ലിയോപാട്രയ്ക്ക് നീ ക്രിസ്റ്റിമോണിക്കോ രാവിറങ്ങി വന്ന താളമേ തേരിറങ്ങി വന്ന തിങ്കളേ ഏതൻ തോട്ടം പുതുലഞ്ഞ നിന്റെ മെനിയിൽ ഏഴാം സ്വർഗം തേടി ഇന്ന് വന്നതാണ് ഞാൻ ഷറപ്പറപ്പറിപ്പ് നെഞ്ചിൽ കഞ്ചപാണമേയും സ്വർഗറാണിയും നീ സ്വപ്നകന്യയോ തിരിഞ്ഞു നിൽക്കേ നെഞ്ചുലഞ്ഞു പോയി അമ്മൽ കൈതരിച്ചു പോയി നിങ്ങളും കൈകളിൽ തട്ടി നീ ആടുമോ റാണി നെഞ്ചിൽ കഞ്ചപാണമേയും സ്വർഗറാണിയും നീ സ്വപ്നകന്യയോ തൊട്ടു നിന്ന കൈപിടിക്കുമെങ്കിൽ പട്ടുനൂൽ ചെപ്പിലെ കോഹിനൂർ രത്നമേ പോരൂ നെഞ്ചിൽ കഞ്ചപാണമേയും സ്വർഗറാണിയോ നീ സ്വപ്നകന്യയോ മാടും ക്ലിയോപാട്രയോ നീ ടെസ്റ്റിമോണിയോ രാവിറങ്ങി വന്ന താളമേ തേരിറങ്ങി വന്ന തിങ്കളേ ഏതൻ തോട്ടം പുതുലഞ്ഞ നിന്റെ മെനിയിൽ ഏഴാം സ്വർഗം തേടി ഇന്ന് വന്നതാണ് ഞാൻ എന്തൊരു ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു ചേട്ടന്മാരുടെ കൂടെ ഫുൾ ഡാൻസ് എനിക്ക് ശ്രീനാഥിന്റെ ഫസ്റ്റ് ടൈം ആണ് ഇത്രയും ഡാൻസ് ഒക്കെ ആയിട്ടൊരു പാട്ട് കാണുന്നത്. എപ്പോഴും ക്യൂട്ട് ആണ് എല്ലാം, പക്ഷെ എപ്പോഴും ഡാൻസ് ഒക്കെ ആയിട്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമ്മുടെ ചീഫ് ഗസ്റ്റും ബാക്കി എല്ലാവരും സപ്പോർട്ട് എത്തി, എല്ലാവരും കൂടി എത്തി. അപ്പൊ എന്തായാലും നമ്മുടെ ഈ കൊച്ചു ലാലേട്ടന്റെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് എന്തായാലും ചോദിക്കാം. സോ സുജാത ചേച്ചി. അച്ഛോ എന്റെ ചക്കര എനിക്ക് വയ്യ, എന്തൊരു രസമായിരുന്നു. അയാൾ എന്താ വന്നിട്ട് തിരിച്ച് കരഞ്ഞോണ്ട് ഓടി ആദ്യം, പേടിച്ചിട്ടാ. പുള്ളിക്ക് അധികം ഇനഫ് ടൈം കിട്ടിയില്ല കളിക്കാൻ, അതാണ് അല്ലേ? അതാണ് ഈ വലിയ ആളായിട്ട് തിരിഞ്ഞോണ്ട് ഓടണം. മോനെ കലക്കി, ഡാൻസും കലക്കി, പാട്ടും കലക്കി, ഉഗ്രനായിരുന്നു. ഈ ഒറിജിനൽ സീൻ കണ്ടിട്ടത് കണ്ടിട്ടുണ്ടോ? എത്ര പ്രാവശ്യം കണ്ടു? 6-7 വർഷം. ഇത് എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു? ഈ പാട്ട് കൊറേ പ്രാക്ടീസ് ചെയ്തു അല്ലേ? അത് കണ്ടു, അത്രയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് എന്ത് രസമായിട്ട് ചെയ്ത്.
പിന്നെ ശ്രുതി കുറച്ചത് കൊണ്ട് നന്നായി മോനെ. ആ മേലെയൊക്കെ അല്ലെങ്കിൽ ആ അവസാനം ചരണത്തിന്റെ അവസാനം പ്രയാസമായിരുന്നേനെ, അത് ഈസി ആയിട്ട് പാടി ഇപ്പൊ. വെരി ഗുഡ് മോനെ, ഭയങ്കര രസമായിരുന്നു. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ? ശ്രീനന്ദ്, ആൻഡ് ദാറ്റ്സ് വാട്ട് കോൾ കം ബാക്ക്. കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. നീ അത്രയും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് ഒരു കൊളുത്തി, പക്ഷെ ആ കൊളുത്ത് അങ്ങോട്ട് കൊളുത്തിയില്ല. പക്ഷേ ഇത് നീ യു സ്റ്റോൾ ദ ഷോ, യു സ്റ്റോൾ ദ കംപ്ലീറ്റ് സോങ്. നല്ല ക്യൂട്ട്നെസ് മുതൽ നീ ആ ചേച്ചിമാർ വരുമ്പോൾ അവരെ നോക്കി ലൈൻ അടിക്കണമാരെ നോക്കണം, പക്ഷെ അത് എത്തുന്നില്ല, അവിടെ ഒന്നും പോകുന്നില്ല. പിന്നെ എക്സസൈസ് ചെയ്യണതും പിന്നെ ഡാൻസിൻ്റെ ആ സിങ്കും ഓരോരുത്തന് ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടതും ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹമുള്ളതും പാട്ട് എവിടെയും മിസ്സായില്ല. അത്രയും നന്നായി ഡാൻസ് കളിച്ചിട്ടും എവിടെയും മിസ്സായില്ല. പിച്ചിൽ വലിയ പ്രശ്നം. ആ ഹൈ, എനിക്ക് ആ 2 ഹൈയിൽ പോകുമ്പോഴായിരുന്നു ഞാൻ പേടിച്ചത് അവിടെ കിട്ടുമെന്ന്. കറക്റ്റ് 2 അവിടെ കറക്റ്റ് വന്നു. സോ ദാറ്റ് മീൻസ് യു ഹാവ് സോ മച്ച് ഓഫ് ഇമ്മൻസ് ടാലൻറ്റ്. ഓക്കെ, ഈ ഒരു ചെറിയ പ്രായത്തിൽ നീ അത് മാക്സിമം നീ പുഷ് ചെയ്യുന്നുണ്ട്. ആ പുഷ് ചെയ്യണത് നന്നായി എത്തുന്നുണ്ട്. ഓക്കെ, തകർത്ത ആടി, അതിന് വേണമെങ്കിൽ കറക്റ്റ് അങ്ങനെ പറയാം, തകർത്ത ആടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. വിജയ് ചേട്ടാ? ശ്രീനന്ദ് കലക്കിക്കളഞ്ഞു, നല്ലായിരുന്നു. എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ചരണത്തിൻ്റെ അവസാനം പോയിട്ട് ആ ഹൈ പോയിന്റ് നിർത്തുന്നത് പെർഫെക്റ്റ് ആയിരുന്നു. ആൻഡ് നിൻ്റെ വോയിസിന് എന്തൊരു ത്രോ ആണ് അവിടെ മാത്രമല്ല, ഓവറോൾ ഫുൾ സോങ്ങിൽ തന്നെ ഭയങ്കരമായിരുന്നു. ആ താഴെ പോർഷൻ തുടക്കം മാത്രം കുറച്ച് ഇതുണ്ടെങ്കിലും, പക്ഷെ എന്നാലും ഫസ്റ്റ് ചരണത്തിലാണ് തോന്നുന്നു, ഫസ്റ്റ് ചരണം അനുപല്ലവിയിലോ തോന്നുന്നു. നീ അപ്പൊ പറഞ്ഞ ഹൈയിൽ പോയി നിന്നിട്ട് കറക്റ്റ് ആയിരുന്നു. അടിച്ച് പൊളിച്ചടാ. സൂപ്പറായിരുന്നു. വെൽ ഡൺ. കമന്റ്സ് ഒക്കെ കേട്ടു അല്ലേ? മാർക്സ് അറിയാം? യെസ്. സോ നമ്മുടെ ഈ കിഡിലൻ പെർഫോമൻസ് നമ്മുടെ മാർക്സ് കേൾക്കാം. സോ വിജയ് ചേട്ടാ? എന്തൊക്കെ വന്നാലും നീ കൊച്ചല്ലേ, അപ്പൊ നിനക്ക് അങ്ങനെ നമ്മള് ഭയങ്കര ഹൈ മാർക്സ് ഒന്നും ചീത്താക്കുന്ന വഷളാക്കുന്നത് നല്ലല്ലോ. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി? താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ? സോ യെസ്, സ്റ്റീഫൻ ചേട്ടാ. 27.5. ഹാപ്പി അല്ലേ? ഇനി എന്ത് ഹാപ്പി ആവാനാ? അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്താ പറയാ, വൈൻഡപ്പും സബ്മൂലൊക്കെ നമുക്ക് തൽക്കാലം മാറ്റി വെച്ച് നമുക്ക് ഒരു കാര്യം കൂടി ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. റിവീൽ ചെയ്താലോ? റിവീൽ ചെയ്യാം. സോ നമ്മുടെ ഫൈനൽ സെഗ്മെന്റ് ടോപ്പ് സ്കോറർ മറ്റാരുമല്ല, ശ്രീനന്ദ് ഓടിപ്പോയി ഗിഫ്റ്റ് മേടിച്ചോളൂ. ഇവൻ വന്ന സ്ഥിതിക്ക് നമ്മുടെ ലാസ്റ്റ് ഗസ്റ്റിനെ കൂടെ സമ്മാനം കൊടുക്കാൻ വേണ്ടി വിളിച്ചാലോ? നമ്മുടെ വിജയേട്ടന്റെ നമ്മുടെ ബോട്ടില്. ചക്രവർത്തിയായ ചിത്രമേടേറാ തൊട്ടു നിന്ന കൈപിടിക്കുമെങ്കിൽ പട്ടുനൂൽ ചെപ്പിലെ അവനാണ് യഥാർത്ഥ കണ്ടസ്റ്റന്റ്. കണ്ടാ, ഒരു ചമ്മലില്ലാണ്ട് വാങ്ങിച്ചതാണ്. വെള്ളത്തിന്റെ വാല്യൂ ഇപ്പോഴേ മനസ്സിലാക്കിയവനാണ്. വെരി നൈസ്. സോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. കുറെ നല്ല പെർഫോമൻസുമായി നമുക്ക് ഇനിയും കാണാം. So keep supporting and keep watching Superstar Junior. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.